കൃഷി എന്നത് സാമൂഹിക കടമയാണെന്നും അർപ്പണ മനോഭാവമുണ്ടെങ്കിൽ അത് ഏതു പ്രായത്തിലും ആർക്കും ചെയ്യാമെന്നും കാണിച്ചു തരികയാണ് പട്ടാമ്പിക്കടുത്ത് ഞാങ്ങാട്ടിരിയിൽ താമസിക്കുന്ന റംല സിദ്ദീഖ് എന്ന വീട്ടമ്മ. എൻ്റെ പേര് റംല സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. പിന്നെ ഞാൻ കുട്ടികൾ മക്കളെ പേരക്കുട്ടികളായതിനു ശേഷം അപ്പോഴാണ് ചിന്തിക്കുന്നത്. 2 വർഷം ആയിട്ടുള്ളൂ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. അവരായപ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അവരുടെ പ്രോത്സാഹനം പിന്നെ വീട്ടുകാരുടെ പ്രോത്സാഹനം എല്ലാം കൂടെ ആയി നോക്കുമ്പോൾ കൂടുതൽ അതിൽ ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ വിത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം സംഘടിപ്പിക്കും, എല്ലാം ചെയ്യുന്നത്. ചീരച്ചേമ്പ്, വള്ളിപ്പയർ, ബീൻസ്, വള്ളിച്ചീര എന്നുവേണ്ട കഴിയാവുന്ന പച്ചക്കറികളൊക്കെ റംല സിദ്ദീഖ് തന്റെ വീടിന് ചുറ്റുമുള്ള ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അക്കാരണം കൊണ്ടുതന്നെ കൃഷിമേഖലയിൽ നിന്നും നിരവധി പുരസ്കാരങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവരെ തേടി എത്തുകയും ചെയ്തു. വെയിലേറ്റ് തിളങ്ങി നിൽക്കുന്ന സാമ്പാർ ചീരയും ഗ്രോ ബാഗുകളിൽ തല ഉയർത്തി നിൽക്കുന്ന ചീരകളും ശരിയായ രീതിയിൽ വേരോട്ടം കിട്ടത്തക്ക വിധത്തിൽ ഡ്രമ്മുകളിൽ കൃഷി ചെയ്തിരിക്കുന്ന പൊന്നാരി വീരനും അകത്തിയും കറിവേപ്പിലയും കൂടെ പുതിനയും എല്ലാം അവരുടെ കൃഷിയിടത്തെ പത്തര മാറ്റാക്കി മാറ്റുന്നു. വിളഞ്ഞു നിൽക്കുന്ന ചതുരപ്പയർ കൃഷിയിടത്തിലെ മനോഹരമായ കാഴ്ചയാണ്. വ്യത്യസ്ത ഇനം വഴുതിനകളായ വേങ്ങേരിയും വയലറ്റ് വഴുതിനയും മുട്ട വഴുതിനയും വിളവോടെ നിൽക്കുന്നു. വെയിലിന്റെ ആഘാതം ചെറുതായി ഏറ്റിട്ടുണ്ടെങ്കിലും ഉണർവോടെ കാബേജുകൾ വിളഞ്ഞു നിൽക്കുന്നു. വിവിധ ഇനം മുളകുകളും റംലയുടെ കൃഷിത്തോട്ടത്തിലുണ്ട്. വെള്ള കാന്താരിയും പച്ചമുളകും ഗ്രോ ബാഗുകളിൽ ഉഷാറോടെ നിൽക്കുന്നു. കൂടെ തണ്ണിമത്തനും വെള്ളരിയും തക്കാളിയും ചെറിത്തക്കാളിയും ഒരു കൃഷിയിടത്തിന് വേണ്ടതെല്ലാം ഉണ്ടെന്ന് തെളിയിക്കുന്നു. പുതുതായി കൃഷിയിടത്തിലേക്ക് കയറി വന്ന മധുര തുളസിയും പുതിനയും പെപ്പർമിന്റും മറ്റേതൊരു കൃഷിത്തോട്ടത്തിൽ നിന്നും റംലയുടെ തോട്ടത്തെ വ്യത്യസ്തമാക്കുന്നു. തൻ്റെ കൃഷിയിടത്തോട് ചേർന്ന് ചെറിയ രീതിയിൽ കോഴി വളർത്തലും ഉണ്ട് റംലയ്ക്കും ഭർത്താവ് സിദ്ദീഖിനും. കരിങ്കോഴിയും BV 380ഉം മറ്റ് നാടൻ കോഴികളും അരുമയോടെ വളർത്തുന്നു. വീട്ടിൽ നിന്നും കുറച്ചകലെയായുള്ള 1 ഏക്കറോളം വരുന്ന സ്ഥലത്തും ഇവർ കൃഷി ചെയ്തു വരുന്നു. ഭർത്താവ് സിദ്ദീഖിനാണ് ഇവിടത്തെ കൃഷിയുടെ മേൽനോട്ടം. ഇവിടെ പ്രധാനമായും കൃഷി വാഴയാണെങ്കിലും ഇടവിളയായി പച്ചക്കറികളും ചെയ്തിട്ടുണ്ട്. വിളഞ്ഞു നിൽക്കുന്ന കുംഭച്ചുരക്കയും തൂങ്ങിയാടുന്ന നീളൻ ചുരക്കകളും കൃഷിയിടത്തിന് ഉണർവേകുന്നു. നനക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ബോർവെൽ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പറമ്പിൻ്റെ സെൻറ്ററിൽ ഒരു ടാങ്ക് വെച്ച് അതിലേക്ക് മോട്ടർ അടിച്ച് അതിൽ നിന്ന് ഈ 2000 ലിറ്ററിൻ്റെ ടാങ്കിലേക്ക് വെള്ളം അതിൽ നിന്ന് പിന്നെ പൈപ്പ് വഴിയായിട്ട് ഇതോരോന്നും രാവിലെ ഒരു 7 മണിക്ക് വരും, ഒരു 9:30 മണി വരെ ഇതിൽ നനയ്ക്കും. വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ആളുടെ നിന്ന് ചാണകപ്പൊടി മേടിക്കും. പിന്നെ വീട്ടിൽ കോഴികളുള്ളതുകൊണ്ട് കോഴിക്കാട്ടമുണ്ട്. ഇത് രണ്ടും മാത്രമാണ് വളമായിട്ട് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. നല്ല നനയും കൊടുക്കും, ഈ വളവും കൊടുക്കും, മറ്റ് വളപ്രയോഗമൊന്നുമില്ല. വിളവെടുക്കാനായി വിളഞ്ഞു നിൽക്കുന്ന അമരയും വാഴകൾക്കിടയിൽ ഇടവിളയായി പടവലം തൈകളും പാവലും വച്ച് പിടിപ്പിച്ചിരിക്കുന്നു. കുമ്പളം തൈകളും വെണ്ടയും കൂടെ വിളഞ്ഞു നിൽക്കുന്ന പൊട്ടുവെള്ളരിയും വെള്ളരിയും കൃഷിയോടുള്ള ഇവരുടെ ആത്മാർത്ഥത വെളിവാക്കുന്നു. ഞാൻ നല്ല 35-40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങൾ വെറുതെ എങ്ങനെ ഇരിക്കായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കേണ്ടവർ കൊടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ഇതിലിരിക്കുന്ന സമയത്താണ് ഇതെങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടികളെ വളർത്തുന്ന അതേ ഫീൽഡിൽ ഇത് ചെയ്യുമ്പോൾ ആ ചെടിയുടെ വളർച്ച, അതിൻ്റെ പൂവിടാണ്, അതിനൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് അവർ ആ വളർച്ച കാണുമ്പോൾ പഴയതിലേക്ക് പോകാൻ പറ്റും. നമ്മൾ ആ കുട്ടികളെ ആയിരുന്നു ആ ഇതിൽ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അസുഖങ്ങൾ കുറവാണ്. പിന്നെ എന്താണ്
ഡോക്ടർ അതന്നെ കണ്ണിനടക്കം എൻ്റെ തന്നെ കണ്ണിൻ്റെ അടക്കം പവർ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഇലക്കറി കഴിക്കുന്ന ആളാണ്. 5 വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന കണ്ണാടയാണ്. അപ്പം അത് പവർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ അതുപോലെ അസുഖങ്ങൾ നല്ല ഷുഗർ അതേപോലെ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നതാണ്. 99 എനിക്ക് ഷുഗർ തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ ഒരു മരുന്നും ഷുഗറിന് കഴിക്കുന്നില്ല. ഈ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റേ കഴിഞ്ഞ ഒരു 6 മാസത്തെ ആവറേജ് ടെസ്റ്റ് എടുത്തു. അതിൽ 6.7 എനിക്കുണ്ടായിരുന്നത്. മിനിമം 6 വേണ്ടത്. 6.7 1.7 മാത്രമാണ് ഈ 1999 മുതൽ 2018 ആയിപ്പോൾ 18ഉം 19 വർഷമായിട്ട് പ്രമേഹമുള്ള ആള് ഒരു മരുന്നും കഴിക്കാതെ നോർമലിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. പ്രമേഹത്തെ പ്രതിരോധിക്കുന്ന ഷുഗർ കപ്പ തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു കൊമ്പിൽ നിന്നും 100 കിലോഗ്രാം വരെ കിഴങ്ങു കിട്ടുമെന്ന് അവകാശപ്പെടുന്ന സിലോൺ കപ്പയും. ആരോഗ്യപരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ഈ നല്ല ഭക്ഷണം കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ് കൊടുത്താൽ കിട്ടില്ല. അത് സ്വന്തം ഉണ്ടാക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു അനുഭവമാണ് ശരിക്ക് ഭാവി തലമുറക്ക് നമ്മൾക്ക് കൊടുക്കാനുള്ള ഒരു വാഗ്ദാനം. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കൃഷിയിൽ നിന്ന് മനസ്സിലായി. കാരണം അത് ഇനിയുള്ള തലമുറ അത് ചെറുപ്പം മുതൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇത് കിട്ടും. കാരണം അസുഖങ്ങൾ കുറഞ്ഞു വരും. അതാണ് ഏറ്റവും. അസുഖങ്ങളില്ലെങ്കിൽ തന്നെ ജീവിതത്തിന് ഹാപ്പിയാണല്ലോ എല്ലാവരും. എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് റംല സിദ്ദിഖ് തൻ്റെ ഒഴിവു സമയങ്ങളിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ അംഗീകാരങ്ങളെക്കാൾ വലിയ മനസ്സംതൃപ്തി തൻ്റെ കൃഷിയിടത്തിലൂടെ അവർ കരസ്ഥമാക്കുന്നുണ്ട്.